പെറ്റാത്തല്ലയും സ്നേഹിതർ തള്ളിടിലും സ്നേഹം നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും പെറ്റാത്തല്ലയും സ്നേഹിതർ തള്ളിടിലും സ്നേഹം നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും വിളിച്ചു എന്നോ മനത്തെ വിളിച്ചു എന്നോ മനത്തെ വളർത്തി എന്നോളമാക്കി ഹായ്, സാരാഭാത് കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി കൊണ്ടുള്ള ഒരു രസമാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള ഉപ്പ്, കടുക്, ആവശ്യമുള്ള പുളിവെള്ളം, ഞാനിവിടെ പുളി കുതിർത്ത് അത് പിഴിഞ്ഞു വെച്ചിരിക്കുന്നു, പച്ചമുളക്, ആവശ്യമുള്ള എണ്ണ. ഞാനിപ്പോൾ എങ്ങനെയാണ് ഉള്ളി രസം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്റ്റൗ കത്തിച്ച് അതിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. പാൻ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി രസത്തിന് ആവശ്യമുള്ള എണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരണം. ഇതിൽ നമ്മൾ കായപ്പൊടിയോ അങ്ങനെ മറ്റുള്ള യാതൊരു മുളക് പൊടിയോ ഒന്നും ചേർക്കില്ല. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ്. കാരണം നമുക്ക് ഓഫീസുകളിലോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിലൊക്കെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇത് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി നമുക്ക് അവർക്ക് കൊടുത്തു വിടാനായിട്ട് പറ്റും. ഇവിടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് കടുകാണ്. ഞാനിവിടെ 1 സ്പൂണ് കടുകാണ് ഇട്ടത്. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഉള്ളിയാണ്. ഇത് സവാളയല്ല, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണ് ഈ രസത്തിന് അത്യാവശ്യമായിട്ടുള്ളത്. ഇത് ഈ ചെറിയ ഉള്ളി വെച്ച് മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എത്ര ചെറിയ ഉള്ളി ഇതിൽ ചേർക്കോ അത്രയും ടേസ്റ്റ് ആകും. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതിന് വേണ്ടി, വാടി കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഉപ്പ് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം. ഉള്ളി നന്നായിട്ട് വാടണം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടുന്നത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഓരോരുത്തരും എരിവിനനുസരിച്ച് ചേർക്കാം. ഇതിൽ വേറൊരു മസാലകളോ ഒന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് പെട്ടെന്നുണ്ടാക്കി ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു രസമാണിത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഉള്ളിയും പച്ചമുളകും പുളിയും വെച്ച് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒരു ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഉള്ളിയും മുളകും
എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നന്നായിട്ട് അത് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിരസം ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഗോഡ് ബ്ലെസ് യു.